കോഴിക്കോടിന്റെ മണ്ണിന് മുന്തിരി കൃഷി യോജിക്കില്ല എന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ കോഴിക്കോട് നടക്കാവ് സ്വദേശി റഫീഖ് അതിനെയും മറികടന്നിരിക്കുകയാണ്. വീടിന് മുന്നിൽ പന്തലിട്ട് പടർത്തിവിട്ട ചെടികൾ നിറയെ ഇപ്പോൾ മുന്തിരിക്കുലകളാണ്. നാലു വർഷം മുൻപ് അഗ്രികൾച്ചറൽ നഴ്സറിയിൽ നിന്നാണ് റഫീഖ് മുന്തിരി തൈകൾ വാങ്ങിയത്. വീടിന് മുന്നിൽ തണലും തണുപ്പും ഒരുക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. എങ്കിലും വെള്ളവും വളവും ആവശ്യം പോലെ നൽകി അതിനെ പരിപാലിച്ചു. ചാണകവും മാംസം കഴുകിയ വെള്ളവുമാണ് പ്രധാന വളം. ചെടികളെ സ്നേഹിച്ചപ്പോൾ ചെടി തിരിച്ചും സ്നേഹിച്ചു. വർഷത്തിൽ 2 തവണ വീതം ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. നട്ട് ഏകദേശം ഒരു വർഷമായപ്പം തന്നെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ വിളവാണ് ഇപ്പോൾ ഇത്. 4 വർഷമായി. ഇത് കാര്യമായിട്ട് ഇത് തട്ടത് ഒരു തണലിന് വേണ്ടിയിട്ടായിരുന്നു നട്ടത്. അപ്പോൾ പിന്നെ കായ ഉണ്ടാകുന്നതോട് ഒരു കൂടുതൽ ഹരായി. അപ്പം കൂടുതൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരിക്കും കംപ്ലീറ്റ് ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇല കൊയ്യാൻ തുടങ്ങുമ്പോൾ കംപ്ലീറ്റ് വെട്ടി ഒഴിവാക്കണം. ചെറിയ കമ്പ് കംപ്ലീറ്റ് വെട്ടി ഒഴിവാക്കിയിട്ട് രണ്ടാമതും കിളിർക്കും. അപ്പോഴാണ് ഇത് കായ ഉണ്ടാകുന്നത്. ഒരു 2 ആഴ്ച കൊണ്ട് ശരിക്കും ഫുൾ ഇല വീണ്ടും വരും. ഈ മുന്തിരികളുടെ ഏറിയ പങ്കും കാക്കയ്ക്കും മറ്റു കിളികൾക്കും കൂടിയുള്ളതാണ്. അതിൽ ഈ വീട്ടിലെ കുട്ടിക്കുറുമ്പികൾക്ക് ഒരു പരിഭവമില്ല. കുറേ കൊണ്ടുപോകും. അതിൻ്റെ മുകളൊക്കെ തോലിച്ചിട്ട് നിലത്തിട്ട് പൂക്കാക്ക. നമ്മൾ ഈ മതിലിൻ്റെ കയറിയിട്ട് പറിക്കും. ഈ മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് പറിക്കും. കളർ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ പച്ച തിന്നു കഴിഞ്ഞാൽ പുളിക്കും. ഈ മുന്തിരിത്തോപ്പിന് പുറമെ വീടിന്റെ ടെറസിൽ മാവ്, ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി തുടങ്ങിയവയും റഫീഖ് കൃഷി ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ പ്രശോഭിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.